30 വർഷമായി മമ്മൂട്ടിയുമൊത്ത് സിനിമ ചെയ്യാത്തതിന് കാരണമുണ്ട്. സിബി മലയിൽ മനസ്സ് തുറക്കുന്നു. മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ. വ്യത്യസ്തമായ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അദ്ദേഹം മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ അഭിനേതാക്കളെ വേണ്ട പോലെ ഉപയോഗിച്ച ഒരു സംവിധായകനാണ്. കിരീടം, സതയം, തനിയാവർത്തനം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണമാണ്. മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം കണ്ട ചിത്രമായിരുന്നു തനിയാവർത്തനം. എന്നാൽ 30 വർഷത്തോളമായി മമ്മൂട്ടിയും സിബി മലയിലും ഒന്നിച്ചൊരു ചിത്രം വന്നിട്ട് മമ്മൂക്കയോടൊപ്പം സിനിമ ചെയ്യാത്തതിന് പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും മികച്ച കഥയാവണമെന്നും മമ്മൂക്കയ്ക്ക് വേണ്ടി ചില സിനിമകൾ ആലോചിച്ചിരുന്നെന്നും സിബി മലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുകയാണ്. മമ്മൂക്കയുടെ കൂടെയൊക്കെ ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കഥ വേണം. 1-2 സിനിമകൾ ഞങ്ങൾ ആലോചിച്ചിരുന്നു. ആ കഥയും സ്ക്രിപ്റ്റും മമ്മൂക്ക വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയത്ത് നിർമ്മാതാക്കളായി വന്നവരുടെ അടുത്ത് നിന്നെല്ലാം ചില വീഴ്ചകൾ ഉണ്ടായി. അങ്ങനെയാണ് ആ പ്രൊജക്റ്റുകൾ വേണ്ടെന്ന് വെച്ചത്. എന്നാൽ ആ ഒരു കഥ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് ഓണാകും. മമ്മൂക്കയോട് എപ്പോൾ വേണമെങ്കിലും എനിക്ക് കഥ പറയാം. എന്നാൽ വെറുതെ ഒരു സിനിമ ചെയ്താൽ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യില്ല, എനിക്കും ഗുണം ചെയ്യില്ല, സിബി മലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതേസമയം കാത്തിരിപ്പിനൊടുവിൽ സിബി മലയിൽ ചിത്രം ദേവദൂതൻ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലെത്തിയപ്പോൾ അന്നത്തെ പ്രേക്ഷകരിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങിയ ലാലേട്ടൻ ചിത്രമായിരുന്നു ദേവദൂതൻ. എന്നാൽ ഇന്ന് ദേവദൂതന്റെ 4K പതിപ്പ് നിറഞ്ഞ സദസ്സുകളിൽ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഇതിനോടകം തന്നെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്ക സിബി മലയിൽ കോംബോയിൽ ഇനിയൊരു ചിത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.